സ്കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഫീ അടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ആ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ട് ആവുകയാണ് ചെയ്യണേ. അതായത് നിങ്ങൾക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ ഫർദർ പ്രൊസീഡിങ്സിലോ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, അപ്പൊ നമ്മൾ ഫിസിക്കലി ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യണോ എന്നുള്ളതാണ്. ഒരിക്കലും വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ എൻട്രൻസ് കമ്മീഷണർക്ക് പറഞ്ഞിരിക്കുന്ന ഫീസ് ഓൺലൈൻ ആയിട്ടോ ചലാൻ വഴിയോ അടച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൺഫർമേഷൻ പേജ് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന്റെ ഹയർ ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 6th കോളേജ് ആണ് നിങ്ങൾ വെച്ചിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിൽ 6th കോളേജ് ആണ് അലോട്ടഡ് ആയിരിക്കണമെന്ന് വിചാരിക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുന്നത്തെയുള്ള 5 കോളേജസ് നമ്മൾ ഡിലീറ്റ് ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കോളേജ് തന്നെ മതി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അല്ല നിങ്ങൾക്ക് ഈ കോളേജ് താല്പര്യമില്ല, ഒന്ന് മുകളിലത്തെ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് അലോട്ട്മെന്റ് കൊടുക്കണം എന്നുള്ളതാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് അതേപോലെ തന്നെ കൺഫർമേഷൻ പേജിൽ കൊടുക്കാം. ഇതുവരെയും കൺഫർമേഷൻ പേജ് ഓപ്പൺ ആയിട്ടില്ല. അത് നമ്മുടെ ഫീ പ്രൊസീഡിങ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇനി ഒരു ക്വസ്റ്റൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടി, നമ്മൾ ഫീസ് അടച്ചില്ല, എന്നിട്ട് നമുക്ക് മോപ്പപ്പ് റൗണ്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഫീസ് അടച്ചില്ലെങ്കിൽ ആ അലോട്ട്മെന്റ് പ്രോസസ് നമ്മൾ ഔട്ട് ആവുകയാണ് ചെയ്യണേ. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും മോപ്പപ്പിലും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ആക്ച്വലി മോപ്പപ്പിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എൻട്രൻസ് കമ്മീഷൻ പിന്നെയാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് ഇയർ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് തേർഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പുതിയ ഓപ്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാം എന്നുള്ളത്. ഇത്തവണ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. സോ ബെറ്റർ നോട്ട് ടു ടേക്ക് എ ചാൻസ്. അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുക, അത് കഴിഞ്ഞ് തേർഡ് റൗണ്ടിലേക്ക് പോവായിരിക്കും നല്ലത്. ഇനി എപ്പോഴാണ് നമ്മൾ ഫിസിക്കലി പോയി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണ്ടേ? അത് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ അലോട്ടഡ് ആവണേ ആ കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.